അതിനകത്തുള്ള നിങ്ങളെ CPM-ന് പങ്കില്ല എന്ന് പറയാനാകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. പറയാനാകും എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ളതാണ്. നോക്കൂ, പ്രതി ചേർക്കപ്പെട്ട വെറും 14 പേരൊന്നും ആയിരുന്നില്ല. അതിനകത്ത് നിരവധി പേരെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം പേരും CPM-ന്റെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളുമായിട്ടുള്ള ആളുകളെ ബോധപൂർവ്വം പ്രതി ചേർത്തത് കൊണ്ടാണ് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി നിരവധി പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. 24 പേരെ വിട്ടയച്ചു. ആ 24 പേരും CPM-ന്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് CPM-നെ കൊടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ നിരവധിയായ CPM-ന്റെ നേതാക്കളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മോഹൻ സഖാവിനെ ഇപ്പോൾ ഒഴിവാക്കുന്നത്. പിന്നെ പലർക്കും ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ നമുക്ക് ശരി വരുന്നത് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന ഒരു ചില വാക്യങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണിത്. ഇവിടെ ചിലർ ഇവിടെ AKSന്റെ പേരൊക്കെ പറയുന്നത്, ദുബായിൽ AKSനുണ്ട്, അല്ലെങ്കിൽ ഈ കേരളത്തിനകത്ത് CPM-ന്റെ പ്രവർത്തകർ പൊതുവിടങ്ങളിൽ ഇടപെടുന്നത് പോലെ തന്നെ ഇത്തരം വാർത്താ മാധ്യമങ്ങളുടെ പരിപാടികളിലും ഇടപെടും. അങ്ങനെ ഇടപെട്ടുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ അതൊക്കെ AKS സെന്ററിൽ നിന്ന് നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്തൊരു വലിയൊരു വിഡ്ഢിത്തരമുണ്ട്. അത് കേട്ടുകൊണ്ട് നിൽക്കുന്നതിലുമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ വന്നിരുന്ന് പറയുന്നത് കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നിലൊക്കെ ആരാണെന്ന് അറിയാം എന്ന് പറയുമ്പോൾ പോലും മറു ചോദ്യമില്ല, ആരാണ് എന്ന് ചോദിക്കുന്നില്ല. അതെ, താങ്കളുടെ അഭിപ്രായത്തിൽ നന്ദി എന്ന് പറഞ്ഞു പോവുക. ആരാണ് കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ ഉത്തരവാദി? അദ്ദേഹത്തിനോട് ചോദിക്കണ്ടേ? താങ്കളെങ്കിലും ചോദിക്കാനുള്ള ഉത്തരവാദിത്വം. അല്ല, കണ്ണൂരിലെ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ആരാണെന്ന് അറിയുന്നതിന് മുന്നേ ഈ കൊലപാതകങ്ങളെ മൊത്തത്തിൽ ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരു കൊലപാതകത്തെയും ന്യായീകരിക്കാനാകില്ല, അത് ഏതു പാർട്ടി ചെയ്താലും ശരി. പക്ഷേ ഇവിടെ നമുക്കറിയാലോ, ഈ TP ചന്ദ്രശേഖരൻ അങ്ങനെ എന്തെങ്കിലും ഹൃദയാഘാതം വന്ന് മരിക്കുകയല്ലോ ചെയ്തത്. 51 വെട്ടേറ്റ് അതിക്രൂരമായി കൊല്ലപ്പെടുകയാണല്ലോ ചെയ്തത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകില്ല. അത് ഈ ട്രൗസർ മനോജും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കൊടിസുനിയും പോയി വെട്ടിക്കൊന്നതാണ് എന്ന് ആരെങ്കിലും കേരളത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ കൊടിസുനിക്ക് അല്ലെങ്കിൽ പൂക്കടയിൽ നടന്ന എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായാണ് ഇത് നടന്നത് എന്ന് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കൃത്യമായി ചില ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അത് കോടതി വിധി വരുന്ന ഘട്ടത്തിൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒരുപക്ഷെ നിയമപരമായി കഴിയില്ല. അതുകൊണ്ട് ആണ് ചോദിക്കാത്തത്. പക്ഷേ അറിയേണ്ട കാര്യങ്ങൾ ആളുകൾ അറിയുന്നുണ്ട് എന്നതുകൂടി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. കേൾക്കാമോ താങ്കൾക്ക്? കേരളത്തിൽ ആകെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ വെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുള്ളത് TP ചന്ദ്രശേഖരനാണെന്ന് എന്ത് ധാരണയൊന്നും ആരും വെച്ചേക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മറ്റ് കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളത് കൊണ്ട് ഈ കൊലപാതകം ശരിയാകുമോ? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഈ CPM ഉപയോഗിക്കുന്ന സ്ഥിരം തന്ത്രമുണ്ട്. ഞങ്ങളുടെ MLA-യെ കൊന്നു, ഞങ്ങളുടെ പല നേതാക്കളെ കൊന്നു, വിദ്യാർത്ഥി നേതാക്കളെ കൊന്നു, എല്ലാം ശരി തന്നെ. ആ കൊലപാതകങ്ങളെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് പറയുമെങ്കിൽ ശരി, ഇത് അവരും കൊല്ലുന്നു, നിങ്ങളും കൊല്ലുന്നു. ആ രാഷ്ട്രീയം കേരളത്തിന് വേണ്ട. അതാണ് ഈ നാട്ടിലെ ജനം പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല മിസ്റ്റർ. ഞാൻ ഈ കൊലപാതകങ്ങളെ ന്യായീകരിച്ചിട്ടില്ല. കേരളത്തിൽ ആരും കൊല്ലപ്പെടരുത്, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളും കൊല്ലപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കൊലപാതകങ്ങളുടെ ചരിത്രം എന്ന് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് CPM-ന്റെ പ്രവർത്തകരാണ്. ആ കൊല്ലപ്പെട്ടവരോട് എന്തെങ്കിലും ഒരു മമതയുണ്ടായിരുന്നെങ്കിൽ ഈ തിരിച്ചു കൊല്ലാൻ പോകുന്ന ആളുകളെ തടയുന്നതിന് പകരം അവരുടെ കല്യാണത്തിന് പോയി പങ്കെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? അതാണോ ചെയ്യേണ്ടത്? ഈ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളുടെ കല്യാണത്തിൽ പോയി പങ്കെടുക്കുകയാണ്. ഈ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നെങ്കിൽ, ഈ അക്രമ രാഷ്ട്രീയം പാടില്ലെന്ന് ഉറക്കെ പറയുന്ന നിങ്ങൾ ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് കല്യാണത്തിന് പോവുക, എന്നിട്ട് അവരെ ജയിലിൽ സന്ദർശിക്കുക, അവരെ ആശുപത്രിയിൽ സന്ദർശിക്കുക, ഇതൊക്കെ ചെയ്തത് ആരാണ്? എന്നിട്ട് ഇത് ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ അവലപിക്കുന്നു എന്ന ഒറ്റ വാക്കുകൊണ്ട് എങ്ങനെയാണ് തീർക്കുന്നത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വളച്ചൊടിക്കുന്നു എന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു RMP നേതാവായ TP ചന്ദ്രശേഖരൻ മരിച്ചത് എങ്ങനെയാണ്? ആ ചോദ്യത്തിന് നിങ്ങൾക്കൊന്ന് മറുപടി പറയാമോ? അല്ല, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് TPയുടെ മരണമല്ലാതാകുന്നില്ലല്ലോ. TPയേക്കാൾ ക്രൂരമായി ആളുകൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ TP മരിച്ചത് ഏതെങ്കിലും ആഘാതം വന്നിട്ടോ തലവേദന വന്നിട്ടോ ഒന്നുമല്ല. 51 വെട്ടി കൊന്നതാണ്. ആ കൊന്നത് ഒരു കൊടിസുനി എന്നൊരു കൊലയാളിയോ അല്ലെങ്കിൽ ഷാഫിയോ എന്നൊരു വ്യക്തിയോ ചേർന്ന് അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായത് കൊണ്ട്
കൊന്നതാണെന്ന് വിശ്വസിക്കാൻ ഈ കേരളത്തിലെ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഈ കൊലപാതകത്തിന് ഒരു കാരണമുണ്ട്. ആ കാരണത്തെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ കാരണത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കൊന്നിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ശിക്ഷിക്കേണ്ട ഒരു തെറ്റാണ്. അതിനെ ആരും ന്യായീകരിക്കില്ല. നിങ്ങൾക്കറിയോ ടി പി ചന്ദ്രശേഖരനേക്കാളും കൂടുതൽ വ്യക്തികൊണ്ട് ബന്ധപ്പെട്ട ഒരാളുടെ പേര് പറയാൻ താങ്കൾ സന്നദ്ധനാണോ? താങ്കൾക്ക് അറിയോ? എനിക്ക് കേരളത്തിൽ നടന്ന എല്ലാ കൊലപാതകങ്ങളെ കുറിച്ചും അറിയാം. എന്താ എന്റെ അറിവ് പരിശോധിക്കുന്നത് അല്ല, നമുക്കിപ്പം കേരളത്തിന്റെ തുടക്കം തൊട്ടുള്ള കൊലപാതകങ്ങളുടെ ഒരു വലിയ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങളുടെ MLA മാർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്രയോ നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടിടത്തേക്ക് ആ വാർത്ത കവർ ചെയ്യാൻ ഏറ്റവും അടുത്ത് കണ്ണൂരിൽ ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടയിടത്തേക്ക് ധീരജിന്റെ വീട്ടിലേക്ക് പോയി ആ വാർത്ത കവർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചും കുത്തേറ്റ ആളുകളെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്കറിയാം. അവർക്കോടൊപ്പം ആ കുടുംബത്തിന്റെ വേദനയൊക്കെ ഞങ്ങൾക്കറിയാം. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേർന്നതുകൊണ്ട് മറ്റൊരു പാർട്ടിയെ ഞങ്ങൾ അധിക്ഷേപിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. കൊലപാതക രാഷ്ട്രീയം കേരളത്തിനുണ്ടാക്കിയ നടുക്കം, ആ നടുക്കമാണ് ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു പക്ഷത്തിന്റെ വശത്തു നിന്നുകൊണ്ട് ന്യായീകരിക്കാൻ ഞങ്ങൾക്കാകില്ല. ായിട്ടല്ല ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഞാൻ താങ്കളോട് അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്. കേരളത്തിൽ ടി പി ചന്ദ്രശേഖരനേക്കാളും വ്യക്തികളുടെ എണ്ണം കൂടുതൽ കൊണ്ട് മരണപ്പെട്ടുള്ള ഒരാളിന്റെ പേര് താങ്കൾക്ക് പറയാൻ കഴിയുമോ ചോദിച്ചത്. താങ്കൾ എനിക്ക് ഇത് മനസ്സിലാകാത്തത്, ഈ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ചുള്ള വലിയ പുസ്തകം തന്നെ ഈ നാട്ടിൽ എഴുതിയിട്ടുണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് തുടങ്ങുന്ന ഒരു പരമ്പരയുണ്ടല്ലോ കൊലപാതകത്തിന്റെ. ഇത് ഇവിടെ അങ്ങ് വിവരിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഏതായാലും ഈ തൽക്കാലം ഈ കൊലപാതകങ്ങളെ ഒഴിച്ചു നിർത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് വെക്കാം. ഈ കൊലയാളികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനും അവരുടെ ആശുപത്രി ചികിത്സ നടത്താനും മറ്റൊരാളെ കൊണ്ട് ഒഴിയാനിട്ടിരിക്കുന്നു കണ്ണൂരിൽ. ഞാൻ പോയതാണ് ശരത്തിന്റെയും കൃപേഷിന്റെയും ഒക്കെ വീട്ടിൽ. ആ ആളുകളെ ഒഴിയാൻ കൊണ്ടുപോവുക, ഇത്തരം പരിപാടികൾ അവസാനിപ്പിച്ചാൽ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിച്ചാൽ കേരളത്തിൽ ജനങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകുമെന്ന് കരുതാം. അടുത്ത